ഇന്ന് ഞാൻ പുറത്ത് പോയ സമയത്ത് ചിക്കൻ വാങ്ങാനായിട്ടാണ് പോയത്. പക്ഷേ പോയ സമയത്താണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള ബീഫ് ഇരിക്കുന്നത് കണ്ടപ്പം അപ്പം അതിലേക്കൊന്ന് കണ്ണുടക്കി. ഞങ്ങൾക്കിവിടെ ശനിയാഴ്ചയും വെനസ്ഡേയിലും ഫ്രഷ് ആയിട്ട് ഇവിടെ തന്നെ കട്ട് ചെയ്യുന്ന ബീഫ് വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് 1.5 കിലോ നല്ല അടിപൊളി ഫ്രഷ് ബീഫ് വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഞാൻ അങ്ങ് കറി വെച്ച് വെക്കുവാണ്. ബീഫിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് സവാളയും ഒരു തക്കാളിയും കുറച്ച് ആണെങ്കിൽ കറിവേപ്പില 2 പച്ചമുളക് പിന്നെ ഉപ്പ് കുറച്ച് കുരുമുളക് പൊടിയെ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയെ ഇത്ര ഇട്ടിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് ഞാൻ ഞെരടി കൊടുക്കുവേ. എന്നിട്ട് ഇതിനെ അടച്ചു വെച്ചിട്ട് ഒരു 3 വിസിൽ വരെ വേവിച്ചെടുക്കും. 3 വിസിൽ കൊണ്ട് ഇവിടുത്തെ ബീഫൊക്കെ വെന്ത് കിട്ടാറുണ്ട്. ഇന്ന് പിന്നെ ബീഫിൻ്റെ കൂടെ ദോശ ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പം ദോശമാവ് ഞാൻ ഉണ്ടാക്കാഞ്ഞതുകൊണ്ട് പുറത്തുനിന്ന് വാങ്ങിയിട്ട് വന്നു. അപ്പോൾ ദോശമാവൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് അതിനെ മാറ്റി വെച്ചു. അപ്പം ബീഫ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിനെ നമുക്കൊന്ന് കറിയാക്കി എടുക്കാമേ. 2 ടേബിൾ സ്പൂൺ ആണെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, കടുകിട്ട് കൊടുത്തു. അതിലേക്ക് പിന്നെ തേങ്ങാക്കൊത്തിട്ട് കൊടുത്തു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം അതിലേക്ക് ഒരു 2 സവാളയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഒരു സവാള വഴറ്റിയെടുക്കണം. ഇതുപോലെ വഴണ്ട് കഴിയുമ്പോഴത്തേന് അതിലേക്ക് ഒരു അരമുറി തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ചു ആ തക്കാളി സോഫ്റ്റ് ആകാനായിട്ട്. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 2 ടീസ്പൂൺ മല്ലിപ്പൊടി 3 ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ വെന്ത് വെച്ച ബീഫിനെ ഇതിനകത്തേക്ക് അങ്ങോട്ട് തട്ടിക്കെടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ദോശയ്ക്കായതുകൊണ്ട് ഞാൻ കുറച്ച് ചാറോട് കൂടിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ട് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി ബീഫ് കറി ഇവിടെ റെഡിയായി. എണ്ണയൊക്കെ തെളിഞ്ഞ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ബീഫ് കറി അങ്ങോട്ടേക്ക് മാറ്റി വെച്ചു. പിന്നെ ഞാൻ ദോശ ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ നല്ല അടിപൊളി തട്ട് ദോശയാണ് ഇന്ന് ഉണ്ടാക്കിയത്. അപ്പോൾ ദോശ ഉണ്ടാക്കിയപ്പോൾ എന്താണെന്നറിയോ, ചട്നിയോടെ ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു കോമ്പിനേഷൻ ശരിയാവാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ചട്നിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അടിപൊളി ഡിന്നറായിരുന്നു. ദോശയും ചട്നി പിന്നെ ബീഫും. ദോശയും ബീഫും നല്ല അടിപൊളി ഒരു കോമ്പിനേഷനാണ്. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, സൂപ്പറാണ്.